أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. الذي جعل لكم الأرض فراشا എന്നുള്ളതിൻ്റെ തർക്കീബ് എന്താ? 3 തർക്കീബക്ക. ഒന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ സിഫത്ത്, അല്ലദീ ഖലഖക്കും എന്നതിന് സിഫത്ത്. അപ്പോൾ 2 സിഫത്തും ബാദ സിഫത്തായി, സിഫത്തും താൻ. അതല്ലെങ്കിൽ അംദഹുവിൻ്റെ മഫൂലാക്കുക, അല്ലദീന മിൻ ഖബലിക്കും ലഅല്ലക്കും തത്തഖൂനോട് അവസാനിച്ചു. ഞാൻ പ്രശംസിക്കുന്നത്, മദഹ് ചെയ്യുന്നത് അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ. അപ്പോൾ അല്ലദീ എന്നുള്ള അംദഹുവിന് മഫൂലാകും. അതല്ലെങ്കിൽ അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ മൂത്തിയാക്കുക, ഭൂമിയെ നിങ്ങൾക്ക് വിരിപ്പ് പോലെയാക്കി തന്ന ഒരുവൻ. അപ്പോൾ ഖബറോ, ഖബർ ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദ, നിങ്ങൾ അവന് തുല്യനായ ദൈവത്തെ ആക്കരുത് എന്ന്. ഫലാ തജ്അലൂ ലില്ലാഹി എന്നുള്ള ജുംലല്ലേ, അത് ഖബറാക്കുക. ഈ 3 ഇറാബ് പറ്റും. സിഫത്തുൻ സാനിയ ഔ മദ്ഹുൻ മൻസൂബുൻ ഔ മർഫൂഉൻ. അല്ലെങ്കിൽ മൻസൂബാണ്, അല്ലെങ്കിൽ മർഫൂആണ്. ഔ ഹുവല്ലദീ എന്ന ഹുവൻ്റെ ഖബർ, അല്ലെങ്കിൽ മുബ്തദയാണ് ഖബറുഹു ഫലാ തജ്അലൂ. ജാലക്ക് 3 വിധത്തിലുള്ള അർത്ഥമുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ വിശദീകരിക്കാതെ പെട്ടെന്ന് നോക്കുക. ജാല എന്ന വാക്കിന് എത്ര അർത്ഥമുണ്ട് എന്ന്. ജാല മിനൽ അഫ്ആലിൽ ആമ്മ, എല്ലായിടത്തും ഉപയോഗിക്കുന്ന ഫീലാണ് ജാല എന്നുള്ളത്. യജി വല സലാസത്തി ഔജുഹിൻ ബിമാന സ്വാറ വത്തഫിഖ, 2 അർത്ഥം തന്നെ ആയി. അങ്ങനെ ആകുമ്പോൾ അത് മുതഅദ്ദി അല്ല, ലാസിമാണ്. ഫലാ യതഅദ്ദ കഖൗലി ശൈഇൻ ഫഖദ് ജാലത്ത് ഖലൂസ് ബനി സുഹൈലിൻ മിനൽ അക്വാരി മർതഉഹ ഖരീബ്. ബനു സുഹൈലിൻ്റെ ഒട്ടകങ്ങളായി ആ രാജ്യത്ത് അതിൻ്റെ മേയലിടമായി ഖരീബ് തൊട്ടടുത്തായി. സ്വാറിൻ്റെ അർത്ഥം അഭിമാന ഔജത, ഉണ്ടാക്കി എന്നർത്ഥം. അപ്പോൾ ഒരു മഫൂൽ ഉണ്ടാകും. ഫേത്താദാല മഫൂലുമായി. അപ്പോൾ ജാലുലുമാത്തി വന്നൂർ, അള്ളാഹു ആകാശ ഇരുട്ടുകളെയും രാത്രിയെയും ഉണ്ടാക്കിയെന്ന്. അപ്പോൾ ജാലന മഫൂലാണ് ലുലുമാത്തി. 3ാമത്തെ അർത്ഥം സ്വയ്യറാക്കീൻ. അപ്പോൾ 2 മഫൂൽ ഉണ്ടാകും. ഫേത്താദാല മഫൂലി കൗലിതാല ജാലക്കുമുൽ അർള, അള്ളാഹു നിങ്ങൾക്ക് ഭൂമിയാക്കി ഫിറാശൻ വിരിപ്പാക്കി. ആക്കലെങ്ങനെ? വാക്കുകൊണ്ടുണ്ടാകും, പ്രവൃത്തി കൊണ്ടുണ്ടാകും, വിശ്വാസം കൊണ്ടുണ്ടാകും. ദൈവത്തെ 2 അള്ളാഹുവിന് ശരീക്കിനെ ആക്കി. ഖൽബുകൊണ്ട് പറയും, നാവുകൊണ്ട് ആക്കാം. വത്തസീറു, ഈ ആക്കൽ യകൂനു ബിൽ ഫീലി താറത്തൻ വബിൽ ഖൗലി വൽ അഖ്ദി ഉഖ്റ. അഖ്ദാണ് ഖൽബ്. അപ്പോൾ ഫിറാശാക്കി എന്നെങ്ങനെ പറയാം? ഭൂമിയെ ഫിറാശാക്കി എന്നെങ്ങനെ പറയാം? അടുത്ത ചോദ്യം, ഭൂമി ഫിറാശാണോ? അത് ഒരു ഗോളാകൃതിയിലല്ലേ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥമാണ് പറയുന്നത്. അതിനെ വിരിപ്പ് പോലെ ആക്കി. വിരിപ്പ് എന്താ? നല്ല കിടക്കാൻ സുഖം ഉണ്ടാകും, നല്ല ലത്തീഫായിരിക്കും, ഉറച്ചതായിരിക്കില്ല, ഇരിക്കാനും ഉറങ്ങാനൊക്കെ പറ്റണ വിരിച്ച വിരിപ്പ് പോലെ ആക്കി. അപ്പോൾ ഇത് ഗോളാകൃതി തന്നെയാണ്, പക്ഷെ അത്ര വലുപ്പവും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് നമുക്കിത് വിരിപ്പ് പോലെ ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഒരു വലിയ പന്ത് ഉറുമ്പിനെ സംബന്ധിച്ചിടത്തോളം ഉരുണ്ടതായിട്ട് തോന്നൂലല്ലോ, വിരിപ്പായിട്ട് തന്നെയല്ലേ തോന്നുക. അപ്പോൾ മാന ജാലിഹ ഫിറാശൻ, ഭൂമിയെ വിരിപ്പാക്കി എന്നതിൻ്റെ അർത്ഥം അൻജാല ബാദ ജവാനിബിഹ, ഭൂമിയുടെ ചില ഭാഗങ്ങളെ അവനാക്കി എന്നാണ്. ബാരിസൻ അനിലുമായി വെള്ളമില്ലാത്തതാക്കി തീർത്തു. കൂടുതലും വെള്ളമാണല്ലോ, 85% വെള്ളമാണ്, കുറച്ച് ഭാഗം വെള്ളമില്ലാത്തതാക്കി. മാമാഫി തൊബൈഹി മിനൽ ഹാത്തത്ത് ബിഹ, എന്നാൽ അതിൻ്റെ പ്രകൃതം എന്താണ്? ആ വെള്ളവുമായിട്ട് അതിനെ വലയം ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് അല്ലേ. ഭൂമിൻ്റെ പ്രകൃതം എന്താ? മിനൽ ഹാത്തത്ത് ബിഹ, വെള്ളം കൊണ്ട് ഇങ്ങനെ വലയം ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പോലും ഭൂമിയിൽ മൊത്തം വെള്ളമാണ്, അതിൽ കുറച്ച് സ്ഥലം വിരിപ്പ് പോലെ കിടക്കാനും ഉറക്കാനൊക്കെ പറ്റുന്ന രീതിയിലാക്കി. ഒരു 15-20%. 15-20 ഇല്ല, താമസയോഗ്യമായ സ്ഥലം കുറച്ചേ ഉള്ളൂ.
സയ്യറഹ മുതവസ്സിത്തത്തിന് ബൈന സ്വലാവത്തി വന്നിട്ടാവത്തി, ഉറച്ചതും അല്ല എന്നാൽ വളരെ ലഘുവായതുമല്ല, അതിനിടയിലാണല്ലോ അല്ലേ. നേരെ വയൽ മാതിരിയാണെങ്കിൽ വെള്ളത്തിലേക്ക് അങ്ങ് പൂണ്ടു പോകും, പാറക്കല്ല് മാതിരിയാണെങ്കിൽ അതിന് ഒരു നിർമ്മാണം നടക്കില്ല. അത് രണ്ടിൻ്റെ ഇടയിലുള്ള അവസ്ഥയിലാക്കി, എന്നാണ് സയ്യറ ഫിറാഷാക്കി എന്ന് പറഞ്ഞാൽ. അത് നിങ്ങൾക്ക് താമസിക്കാനും സ്വാറത്ത് മുഹയ്യത്തൻ, അത് സൗകര്യപ്രദമായി തീർന്നു. ഉറങ്ങാനും ഇരിക്കാനും. കൽ ഫിറാസിന് ബുസൂത്ത്, വിരിച്ച വിരിപ്പ് പോലെ. വദാലിക, അങ്ങനെ ആ വിരിപ്പാകുന്നത് ലാ യസ്തദീ കൗനാ മുസത്തഹത്തൻ, അതിങ്ങനെ പരന്നതാവുന്നതിനെ തേടുന്നില്ല. ഇങ്ങനെ വിരിപ്പ് പോലെ ഭൂമിയായി എന്നതുകൊണ്ട് ഭൂമി പരന്നിട്ടാണ് എന്നുള്ള വാദം നമുക്കില്ല. സത്ത്ഹ് ലിഅന്ന ഖുറവിയ്യത്ത ശക്ലിഹ, കാരണം അതിൻ്റെ രൂപം ഖുറവിയ്യത്താണ്, പന്ത് മാതൃകയിലാണ്. മാ ഇളമി ഹജ്മിഹ, അത് സംഗതി അതിൻ്റെ ഖുറവിയ്യത്താണെങ്കിലും അതിൻ്റെ വലിപ്പത്തിൻ്റെ, അതിൻ്റെ വീതിയുടെ വലിപ്പം കൊണ്ടും, ഹജ്മ് വിശാലത കൊണ്ട്, ബത്തിസായി ജർമ്മി അതിൻ്റെ തടിയുടെ വിശാലത കൊണ്ട്, ഭൂമിൻ്റെ ഭയങ്കരമായ വലിപ്പം കാരണം അതിൻ്റെ രൂപം ഖുറബിയ്യത്താണെങ്കിലും പന്ത് രൂപത്തിലാണെങ്കിലും ലാ തേബൽ ഇഫ്തിറാശാലയ, ഭൂമിയെ വിരിപ്പാക്കുന്നതിന് അത് തടസ്സമാകുന്നില്ല. കൽജബലി, പർവ്വതം പോലെ. പർവ്വതത്തിൽ വിരിപ്പാക്കാൻ പറ്റില്ലല്ലോ, നാല് മൊത്തത്തിൽ പറ്റും ചെയ്യും. വസ്സമാ ബിനാഅൻ, ആകാശത്തെ അള്ളാഹു തആല ടെറസാക്കി തന്നു. ബിനാഅൻ അതായത് ഖുബ്ബത്തൻ മദ്റൂബത്തൻ അലൈക്കും, നിങ്ങളുടെ മേൽ നിർമ്മിക്കപ്പെട്ട ഒരു ഖുബ്ബയാക്കി. വസ്സമാ, ഭൂമിയെ അള്ളാഹു വിരിപ്പാക്കി തന്നു. അഥവാ നിങ്ങൾക്ക് കിടക്കാനും ഇരിക്കാനൊക്കെ അത് ഒരു പന്ത് പോലെയാണെങ്കിലും ഗോളാകൃതിയിലാണെങ്കിലും താമസിക്കാനും മറ്റുമൊക്കെ പറ്റുന്ന രീതിയിൽ അതിൽ നിന്നും കുറച്ച് ഭാഗം, 85% വെള്ളമാണെങ്കിലും കുറച്ച് ഭാഗം താമസിക്കാനും മറ്റുമൊക്കെ പറ്റുന്ന രീതിയിൽ, പറ്റ ചളിയല്ല, പാറയല്ല, കോലത്തിലാക്കി തന്നു എന്നാണ്, ഫിറാഷാക്കി തന്നു എന്ന് പറഞ്ഞാൽ. അങ്ങനെ അതിൻ്റെ തഫ്സീർ ചെയ്ത വസ്സമാ ബിനാൻ, ആകാശത്തെ അള്ളാഹു കെട്ടിടാക്കി തന്നു. ഇപ്പോൾ നമ്മുടെ വീട് കെട്ടിടാണല്ലേ, എന്നതുപോലെ ആകാശം കെട്ടിടായി. അതായത് ഖുബ്ബത്തൻ മദ്റൂബത്തൻ അലൈക്കും, നിങ്ങളുടെ തലക്ക് മുകളിൽ നിർമ്മിക്കപ്പെട്ട ഒരു ടെൻ്റാക്കി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ടെൻറ്റിനെ കുറിച്ചും ഖുബ്ബ എന്ന് പറയാൻ പറ്റുമല്ലോ. ശരിക്കും നല്ലൊരു ഖുബ്ബ ടെൻ്റായിട്ട് തോന്നുന്നില്ല, പക്ഷെ തൂണില്ലാന്നേ ഉള്ളൂ. ഈ സമാദ് എന്നുള്ള പദം എന്താ? ഒരാകാശത്തിന് പറയാം, രണ്ടാകാശത്തിന് പറയാം. ദീനാറ് ദിർഹമോ അതിന്, ദീനാറ് എന്ന് പറഞ്ഞാൽ ഒരു ദീനാറിനും പറയാം, രണ്ടെണ്ണത്തിനൊക്കെ പറയാമല്ലോ. വസ്സമാവ് ഇസ്മു ജിൻസിന് വർഗ്ഗനാമമാണ്. യഖഉ അലൽ വാഹിദി വൽ മുതഅദ്ദി, ഒന്നിനും ഒന്നിൽ കൂടുതലുള്ളതിനും പറയാം ദീനാറ് ദിർഹം പോലെ. അപ്പോൾ അത് മുഫ്രദിനും ജമ്മിനൊക്കെ പറയാൻ പറ്റുന്ന പദമാണ് സമാവ്. ഒരാകാശത്തിനും പറയാം, അതിന് ലഫ്ദ് കൊണ്ട് അതിന് ജമ്മില്ല എന്നർത്ഥം. ജമ്മു മുഫ്രദിനൊക്കെ ഒരു പദം തന്നെയാണ്. വേറെ അഭിപ്രായമുണ്ട്, സമാഅത്ത് എന്ന ഒരു ആകാശം, സമാ എന്ന് പറഞ്ഞാൽ പല ആകാശം എന്നാണ് എന്നൊരു അഭിപ്രായമുണ്ട്. ബിനാ എന്ന് പറഞ്ഞാൽ എന്താ പദം? ബനാ യബിനി ബിനാ എന്നല്ലേ, സംഗതി മസ്തറല്ലേ. അപ്പോൾ ആകാശത്തെ നിർമ്മിക്കൽ ആക്കി എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ. ആകാശത്തെ ഒരു ടെൻ്റാക്കി എന്ന് പറയണമെങ്കിൽ എങ്ങനെ മസ്തർ ഉപയോഗിക്കുക? ബനാ നിർമ്മിച്ചു, ബിനാ നിർമ്മിക്കൽ. ആകാശത്തെ നിർമ്മിക്കലാക്കി എന്ന് പറഞ്ഞാൽ ശരിയാവില്ലല്ലോ, മസ്തറാണല്ലോ. അതിൻ്റെ മറുപടി മസ്തറാണെങ്കിലും അതുകൊണ്ട് ഉദ്ദേശം മബിനി, മഫൂലിൻ്റെ അർത്ഥമാണ്. നസ്ർ എന്നതിന് മൻസൂറിൻ്റെ അർത്ഥം കൊടുക്കണം. അതിന് നസ്ർ എന്ന് പറഞ്ഞാൽ സഹായിക്കൽ എന്നാണെങ്കിലും സഹായം എന്ന് വേണമെങ്കിൽ അർത്ഥം വെക്കാൻ പറ്റും. സഹായിക്കപ്പെടുന്ന വസ്തു അതാണ്. അൽ ബിനാഉ മസ്തറാണ്. സുമ്മിയ ബിഹിൽ മബിനിയു, അങ്ങനെ ആ നിർമ്മിക്കപ്പെട്ട വസ്തുവിന് അതുകൊണ്ട് മസ്തർ കൊണ്ട് പേര് വെച്ചതാണ്. അത് ബൈത്തൻ ഖാന വീടാകാം, ഖുബ്ബയാകാം, അല്ലെങ്കിൽ ഹിബ ഒക്കെ ആകാം. കൈമക്കാണ് ഹിബ എന്ന് പറയാം. അതായത് കുബ്ബ എന്ന് പറയുമ്പോൾ നേരെ വട്ടത്തിലാണ് ഉണ്ടാവുക. ഹിബ കൈമകൾ എന്ന് പറയുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ അറഫയിലൊക്കെ പോകുമ്പോൾ കുബ്ബല്ല ഉണ്ടാവുക, വലിയ കൈമകളാണ് ഉണ്ടാവുക. വലിയ നീളത്തിലോ വീതിയിലൊക്കെ ഉണ്ടാക്കുന്ന ശീല കൊണ്ടോ രോമ വസ്ത്രം കൊണ്ടൊക്കെ കെട്ടിണ്ടാക്കുന്ന സാധനം ഹിബാഗ്. അപ്പം ഈ ബന എന്നർത്ഥം നിർമ്മിച്ചു എന്നല്ലേ. പക്ഷേ ഒരു കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ കൂടി ഭാര്യയുമായി ബന്ധപ്പെട്ടു എന്നതിന് ബന അലംറഅതിഹി എന്ന് പറയാറില്ലേ. അപ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് എന്നൊരു ചോദ്യം. ബന അലംറഅതിഹി എന്ന് സാധാരണ പറയാറുണ്ട്, ഒത്തുർബിയിലൊക്കെ കേൾക്കാം. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ
പെണ്ണിൻ്റെ കെട്ടിയാട്ട് വീടുണ്ടാക്കി എന്ന അർത്ഥത്തിനല്ല, കല്യാണം കഴിച്ചു വീട്ടിൽ കൂടി തന്നെയാണ്. പക്ഷേ ലിയന്നഹും കാനു ഇതാത്ത തബ്ബജു, അവർ കല്യാണം കഴിച്ചാൽ എന്താ ചെയ്യാന്ന് ചോദിച്ചാൽ അവർക്ക് വേണ്ടി സ്വന്തമായിട്ട് ഒരു ഖൈമ ഉണ്ടാക്കുക ചെയ്യാം. ഭാര്യയ്ക്ക് വേണ്ടി സ്വന്തമായിട്ട് ഒരു ഖൈമ ഉണ്ടാക്കുക ചെയ്യാം. വീട്ടിൽ നിന്ന് മാറിയിട്ട് സ്വന്തമായിട്ട് ഖറജു ലറബു അലൈഹ ഖിബാൻ ജദീദൻ, എന്നിട്ട് ആ പുതിയ വീട്ടിലാണ് എന്താക്കുക അറബിയുടെ കൂടുക. അപ്പം കല്യാണത്തിൻ്റെ മണിയറ എന്ന് പറയുന്നത് ഒരു പുതിയ ഒരു ടെൻ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ കൂടലാണ്. അതുകൊണ്ടാണ് ബന അലംറാത്തി എന്ന് പറയാൻ കാരണം. ശരി, അടുത്ത ആയത്തിലേക്ക് പോവാം. വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും. അല്ലാഹു ആകാശത്തിൽ നിങ്ങൾക്ക് വെള്ളത്തെ ഇറക്കി തന്നു. അങ്ങനെ ഫഅഖ്റജ ബിഹി, ആ വെള്ളം കൊണ്ട് അല്ലാഹു പുറപ്പെടുവിച്ചു മിനസ് സമറാത്തി പഴങ്ങളെ, റിസ്ഖൻ ലക്കും നിങ്ങൾക്ക് വേണ്ടിയുള്ള ഭക്ഷണമായിട്ട്. ഇവിടെ വഅൻസല എന്നുള്ളതിൻ്റെ വാവ് എന്താണ്? വാവ് അത്ഫിനാണ്. അതായത് അതിന് മുമ്പൊരിക്കൽ പറഞ്ഞില്ലേ, ഇവിടെ ജഅല ലക്കുമുൽ അർള ഫിറാശൻ, ഭൂമിയെ അള്ളാഹു നിങ്ങൾക്ക് വിരിപ്പാക്കി തന്നു. വ അൻസല, ഇറക്കിത്തരികയും ചെയ്തു. കാരണം ഭൂമിയെ വിരിപ്പാക്കി തരുന്നതുമായി ബന്ധപ്പെട്ട കാര്യമാണ് ആകാശത്ത് നിന്ന് വെള്ളം ഇറക്കുക എന്നുള്ളത്. അപ്പോഴേ എന്താവുള്ളൂ, ഈ ഭൂമിനെ വിരിപ്പാക്കുമ്പോഴേ കൃഷിക്ക് യോഗ്യമാവുള്ളൂ. പുതപ്പ് കിടക്കാൻ വേണ്ടി ഒരു ബെഡിട്ട മാതിരി ഭൂമിയെ എന്താക്കി അള്ളാഹു തആല ഇങ്ങനെ വിരിപ്പാക്കി തന്നു, അപ്പോഴേ കൃഷി ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ആകാശത്തിൽ നിന്ന് അള്ളാഹു തആല അത്ഫ് നല ജാല, ജാലൻ്റെ മേൽ അത്ഫാണ്. പക്ഷേ ഫഅഖ്റജ ബി, വെള്ളമിറക്കിയ വെള്ളം കാരണമായിട്ട് അള്ളാഹു പുറപ്പെടുവിച്ചു മിനസ് സമറാത്തി പഴങ്ങളെ എന്ന് പറഞ്ഞു. അപ്പോൾ പഴങ്ങൾ പുറപ്പെടുവിക്കുന്നത് അള്ളാഹു അല്ലേ, ധാന്യങ്ങളെ പുറപ്പെടുവിക്കുന്ന അള്ളാഹു അല്ലേ. പിന്നെ ആ മഴ കൊണ്ട് പുറപ്പെടുവിച്ചു, വെള്ളം കൊണ്ട് പുറപ്പെടുവിച്ചു എന്നിങ്ങനെ പറയാം. അതിന് മറുപടി വ ഖുറൂജു സിമാരി ബി ഖുദ്റത്തില്ലാഹി വ മശിയത്തി, ഈ പഴങ്ങളൊക്കെ ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്ന അള്ളാഹുവിൻ്റെ കഴിവ് കൊണ്ടും അവൻ്റെ ഉദ്ദേശം കൊണ്ടുമാണെങ്കിൽ പോലും ജാലൽ മാ അൽ മംസൂജ ബി തുറാബി, ഈ മണ്ണുമായി കൂടിക്കലർന്ന ഈ വെള്ളത്തെ ആക്കി സബബൻ, ഒരു കാരണമാക്കിയാണ് ചെയ്തത്. ഫി ഇഖ്റാജിഹ, ഈ ധാന്യങ്ങളും പഴങ്ങളും ഭൂമിയിൽ നിന്ന് പുറത്തു വരുന്നതിന്. വെള്ളത്തിന് ഒറ്റയ്ക്ക് ഒരു സാധനത്തെ മുളപ്പിക്കാൻ കഴിയില്ല, മണ്ണിനും ഒറ്റയ്ക്ക്, വെള്ളമില്ലാത്ത മണ്ണിനും ഒരു സാധനത്തിനെ മുളപ്പിക്കാൻ കഴിയില്ല. ആകാശത്തിൽ നിന്ന് ഈ മണ്ണിലേക്ക് വെള്ളം കൂടിച്ചേരുമ്പോൾ മാത്രമാണ് ഭൂമിയിൽ പഴമായാലും ധാന്യമായാലും എന്ത് സാധനം ഉണ്ടാകുന്നത്. അപ്പോൾ കാരണമാക്കി മാദ്ദത്തല്ലഹ, അതിനുള്ള ഒരു വസ്തുവാക്കി ഈ വെള്ളം എന്താക്കി, ഈ ധാന്യത്തിൻ്റെ മാദ്ദയാണ്. വെള്ളവും മണ്ണുമാണ് അതിൻ്റെ മാദ്ദകൾ, വസ്തു. ഏതുപോലെ കന്നുത്തുപത്തിരിൽ ഹയവാനി, അതിന് ഉദാഹരണം പറഞ്ഞാൽ ഒരു ജീവി ഉണ്ടാകുന്നതിന് നുത്തുഫത്ത് ആവശ്യമാണല്ലോ പുരുഷൻ്റെ എന്നതുപോലെ ഈ ഭൂമി എന്നുള്ളതൊരു ഗർഭപാത്രമാണ്, അതിൻ്റെ ശുക്ലമാണ് മഴ എന്ന് പറയുന്നത്. ഗർഭപാത്രം ഒരിക്കലും ഒറ്റയ്ക്ക് ഗർഭം ധരിക്കില്ല, അതിലേക്ക് ശുക്ലം കൂടി ചേരുമ്പോൾ മാത്രമേ എന്താവുള്ളൂ, ഗർഭം ധരിക്കൂ. അപ്പോൾ ഇതെന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, അപ്പോൾ എല്ലാ സമയത്തും ഇങ്ങനെ വെള്ളം മഴയിലേക്ക് മണ്ണിലേക്ക് ചേരുമ്പോൾ മുളക്കുന്നുണ്ടല്ലോ, അപ്പോൾ അള്ളാഹുവിന് അതിൽ പങ്കുണ്ടോ എന്ന് ചോദിക്കും. അതുണ്ട്. ഏതുപോലെ ബി അൻ അജ്റ ആദത്തു, അള്ളാഹു തആല ഒരു പതിവ് സമ്പ്രദായമാക്കി തീർത്തിരിക്കുകയാണ്. ബി ഇഫാദത്തി സൂരിഹ വ കൈഫിയാത്തിഹ അലൽ മാദത്തിൽ മുൻതസിജത്തി മിൻഹ, ഈ വെള്ളവും മണ്ണും കൂടി ചേർന്നിരിക്കുന്ന വസ്തുവിന്മേൽ ഈ പഴങ്ങളുടെയും മറ്റും രൂപവും ആകൃതിയും ഉണ്ടാക്കി കൊടുക്കുക എന്നത് അള്ളാഹു തആല ഒരു സമ്പ്രദായമാക്കി മാറ്റാണ് ചെയ്യുന്നത്. അല്ലാതെ മണ്ണും വെള്ളവും എന്തല്ല, മരത്തിൻ്റെ രൂപം ഉണ്ടാക്കുകയല്ല, നെല്ലിൻ്റെ രൂപം ഉണ്ടാക്കുകയല്ല. ഇതിങ്ങനെ കൂടിച്ചേരുമ്പോൾ ഈ വെള്ളത്തിനും മണ്ണിനും അള്ളാഹു എന്തിൻ്റെ രൂപം കൊടുക്കുന്നു? ഒരു പഴത്തിൻ്റെ, ഒരു മരത്തിൻ്റെ, ഒരു കൃഷിയുടെ രൂപം അള്ളാഹു തആല കൊടുക്കുകയാണ്. അത് നിർബന്ധമായിട്ടല്ല, അത് അള്ളാഹിൻ്റെ ഒരു സമ്പ്രദായം അങ്ങനെയാണ്, ഒരു പതിവ് അങ്ങനെയാണ്. തീയിനെപ്പോഴും ചൂടുണ്ടാകുക എന്നുള്ളത് അള്ളാഹ് കൊടുത്തൊരു പതിവായതുകൊണ്ടല്ലേ. അജ്റ ആദത്തു അള്ളാഹു തആല, അതാണ് അശായിറത്തിൻ്റെ വാദം, മുത്തക്കല്ലിമീങ്ങളുടെ വാദമാണ്. ഒരിക്കലും ഒരു പുത്തൻ പ്രസ്ഥാനക്കാരുണ്ട്, അതിനെക്കുറിച്ചാണ് മൂപ്പരി പറയുന്നത്. ഈ വെള്ളത്തിന് കരിക്കാൻ കഴിയും, അല്ല കെടുത്താൻ കഴിയും, തീയിന് കരിക്കാൻ കഴിയും, അതിൽ ആ തീയിൽ തന്നെ ഓൾറെഡി അത് കഴിക്കാനുള്ള കഴിവുണ്ട് എന്നൊക്കെയാണ് മുഅ്തസിലത്തിൻ്റെ വാദം. നമ്മുടെ വാദം അങ്ങനല്ല. ഒരിക്കലും മണ്ണിനും വെള്ളത്തിനും കൂടിക്കലർന്നാൽ ഒരു സാധനത്തിനെ മുളപ്പിക്കാൻ കഴിയില്ല. ആ കൂടിക്കലരുന്ന നേരത്ത് അള്ളാഹു തആല അവൻ്റെ ഒരു പതിവ് സമ്പ്രദായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബിഇഫാദത്തി സുവരിഹ വ കൈഫിയാത്തിഹ, അതിൻ്റെ രൂപങ്ങളെയും ആകൃതികളെയും അള്ളാഹു തആല അങ്ങോട്ട് ഇഫാദത്ത് ഫൈലാനാക്കി കൊടുക്കുകയാണ്, ഔദാര്യമാക്കി കൊടുക്കുകയാണ്. അല്ലെ മാദത്തിൽ മുൻതസിജത്തി മിൻഹ,
മണ്ണും വെള്ളവും മുംതസിജത്ത് പറഞ്ഞാൽ കൂടിക്കലർന്ന ആ വസ്തുവിന്മേൽ. അതല്ലെങ്കിൽ പിന്നെ മുഅ്തസിലത്തിൻ്റെ വാദമുണ്ട്, അല്ലാഹു തആല ഈ വെള്ളത്തിൽ സൃഷ്ടിക്കാനുള്ളൊരു കഴിവിനെ സൃഷ്ടിക്കുകയാണ്, അതല്ല ശരിയായിട്ടുള്ളത്. അല്ലെങ്കിൽ അബ്ദാഫിലുമായി അല്ലാഹു തആല ഈ വെള്ളത്തിൽ സൃഷ്ടിച്ചിരിക്കുകയാണ്, ഖുവ്വത്തൻ ഫായിലത്തൻ, ഒരു വസ്തുവിനെ നിർമ്മിക്കാനുള്ള ഒരു കഴിവിനെ അങ്ങ് സൃഷ്ടിച്ച് വെച്ചേക്കാണ്. ഇത് മുഅ്തസിലത്തിൻ്റെ വാദമാണ്. നമ്മളെ വാദം അനുസരിച്ചിട്ട് ഒരിക്കലും ഈ വെള്ളത്തിലോ മണ്ണിലോ സൃഷ്ടിക്കാനുള്ള കഴിവിനെ അള്ളാഹു സൃഷ്ടിച്ച് വെച്ചിട്ടില്ല. നേരത്തെ കൊടുത്ത കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ അത് ധാന്യങ്ങളെയോ പുല്ലുകളെയോ മുളപ്പിക്കുന്നുമല്ല, മറിച്ച് ഓരോരോ സമയത്തും അല്ലാഹു തആല അതിലേക്ക് അതിങ്ങനെ രൂപം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് അശാഇറത്തിൻ്റെ വാദം. അപ്പം വെള്ളത്തിൽ ഒരു ഫായിലത്ത്, ഒരു ക്രിയാത്മകമായ ഒരു ക്രിയാപരമായ ഒരു കഴിവ് കൊടുക്കുന്നു. വഫിൽ അർളി, ഭൂമിയിൽ കൊടുക്കുന്നു. ഖുവ്വത്തൻ ഖാബിലത്തൻ, അത് സ്വീകരിക്കാനുള്ള കഴിവ്. വെള്ളത്തിന് അത് ഉണ്ടാക്കാനുള്ള കഴിവ് കൊടുക്കുന്നു, ഭൂമിക്ക് മണ്ണിന് അത് സ്വീകരിക്കാനുള്ള കഴിവ് കൊടുക്കുന്നു. അങ്ങനെ യതവല്ലദു മിൻ ഇജ്തിമാഇഹിമ, അത് രണ്ടും കൂടി ഇങ്ങോട്ട് ഒരുമിച്ച് കൊണ്ട്, ഈ രണ്ട് കഴിവുകളും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ രൂപപ്പെടുന്നു, ജനിക്കുന്നു അൻവാഉ സിമാർ, വ്യത്യസ്തമായ പഴങ്ങളെ. അതായത് ഈ പറഞ്ഞു വന്നതിൻ്റെ ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ, യാതൊരു കാരണങ്ങളെയും വസ്തുക്കളൊന്നും ഇല്ലാതെ, മണ്ണുമില്ല വെള്ളവുമില്ല, പിന്നെ അത് കൂടിച്ചലലൊന്നുമില്ലെങ്കിലും ഈ കാണുന്ന മരങ്ങളെയും വിത്തുകളെയും മുളപ്പിക്കാൻ അള്ളാഹുവിന് കഴിവുണ്ട്. അള്ളാഹ്ക്ക് ഇതിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല എന്നർത്ഥം. വഹുവ ഖാദിറുൻ അലാ യൂജിദൽ അശ്യാ കുല്ലഹ, സർവ്വ വസ്തുക്കളെയും ഉണ്ടാക്കാൻ അള്ളാഹ്ക്ക് കഴിവുണ്ട്. ബിലാ അസ്ബാബിൻ, ഒരു നിമിത്തങ്ങളും വ മവാദിൻ, വസ്തുക്കളുമില്ലാതെ. കമാ അബ്ദഅ നുഫൂസൽ അസ്ബാബി, അതിനെന്താ തെളിവ്? ഈ കാരണങ്ങളെ ഉണ്ടാക്കിയത് എങ്ങനെ, അതുപോലെ. ഒരു മവാദി, ഈ മാദ്ദകളെ ഉണ്ടാക്കിയത് എങ്ങനെയാണ്, അതുപോലെ. വെള്ളവും മണ്ണും കൂടിക്കലരുമ്പോഴാണല്ലോ ഈ കാണുന്ന മരങ്ങളും ധാന്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഈ ധാന്യങ്ങളും മരങ്ങളും ഉണ്ടാകാൻ ഒരിക്കലും വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെ ആവശ്യമില്ല. തെളിവെന്താ? ഈ വെള്ളം അഭിനന്ദുകൊണ്ടാണ് ഉണ്ടാക്കിയത്, ഈ മണ്ണിന് അഭിനന്ദുകൊണ്ടാണ് ഉണ്ടാക്കിയത്. അതുണ്ടാക്കാൻ അള്ളാഹു വേറെ വസ്തുവിന് ഉപയോഗിച്ചിട്ടില്ലല്ലോ. അപ്പം പിന്നെ ഈ കാണുന്ന മരങ്ങളും പഴങ്ങളും ഉണ്ടാക്കാൻ എന്തിനും ആവശ്യമില്ല? വെള്ളത്തിൻ്റെയും മണ്ണിൻ്റെയും ആവശ്യമില്ല. അത് കൂടിക്കലരേണ്ട ആവശ്യമില്ല, ആകാശത്ത് നിന്ന് മഴ പെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. തീയിനെ ഉണ്ടാക്കിയത് പിന്നെ എന്തുകൊണ്ടാണ്, എന്ത് കൂട്ടിച്ചേർത്തിട്ടാന്നുള്ളൊരു മറുപടി ഇല്ലാത്തതുപോലെ. ഓക്കെ, അതാണ് നമ്മുടെ വിശ്വാസം. പക്ഷേ പിന്നെ എന്തിന് അള്ളാഹു തആല നബിനെ ഇങ്ങനെ ഉണ്ടാക്കി? ഈ മഴ പെയ്യുമ്പോൾ മാത്രമേ പഴങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്ന രീതിയിൽ എന്തിനാണ് ഈ ഭൂമിയിൽ അള്ളാഹു സംവിധാനങ്ങൾ സംവിധാനിച്ചത് എന്നൊരു ചോദ്യമുണ്ട്. നേരിട്ട് ഉണ്ടാക്കിയാൽ പോരെ? മഴ പെയ്യാതെ നേരം വെളുക്കുമ്പോൾ എണീക്കുമ്പോൾ അള്ളാഹു തആല നമുക്ക് ഭക്ഷണം തരാനാണല്ലോ. ഒരു ദിവസം നമ്മൾ എണീക്കുമ്പോൾ നമ്മുടെ പറമ്പിൽ നിറച്ച് ധാന്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നിറച്ച് പഴം, ഒരു മരമായിട്ട് ഉണ്ടാകുക, പിന്നെ അതിൽ നേരെ നിറച്ച് പഴം ഉണ്ടാക്കുക, അതിങ്ങനെ തിന്നുക. അങ്ങനെ പോരെ? അള്ളാഹുവിന് കഴിയല്ലോ. എന്തിനാ മഴ പെയ്യാൻ കാത്തിക്കണത്? എന്തിനാ ഭൂമി ഇളക്കണത്? ഇതിൻ്റെ മറുപടി വലാകിൻ ലഹു, അള്ളാഹുവിനുണ്ട് ഫി ഇൻഷായിഹ മുദ്രജനം, ഘട്ടമായിട്ട് ഇതിനെ ഉണ്ടാക്കുന്നതിൽ മിൻ ഹാലിൻ ലാ ഹാലിൻ, ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മൊട്ടായി പൂവായി മുട്ടായി ചനച്ച് മൂത്ത് പഴുത്ത് ഈ കോലത്തിൽ കുട്ടിയായി തടി വെച്ചു, കൊമ്പ് വന്നു, ഇല വന്നു, ഒരില വന്നു, രണ്ടില വന്നു, മൂന്നില വന്നു. ഈ വിധത്തിൽ ഘട്ടമായിട്ട് ഇതിനെ ഉണ്ടാക്കിയതിലുണ്ട് സ്വനായ വഹിക്കമൻ, ഒരുപാട് ഹിക്മത്തുകളും പ്രവർത്തനങ്ങളുമുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. യുജദ്ദിദു ഫീഹിമ ലിഉലിൽ അബ്സാർ, കണ്ണും കാഴ്ചയും അന്തമുള്ള ആളുകൾക്ക് അതിൽ അല്ലാഹു തആല ഇങ്ങനെ പുതുക്കി നൽകുകയാണ്. ഇബറൻ, പാഠങ്ങളും, വ സുഖൂനൻ, ഒരു സമാധാനവും, ഇലാ അലീമി ഖുദ്റത്തിഹി, അല്ലാഹു തആലാൻ്റെ മഹത്തായ ഖുദ്റത്തിനെ കുറിച്ചുള്ള ഒരറിവും ഒരു പാഠവും അല്ലാഹു ഇങ്ങനെ പുതുക്കി നൽകുകയാണ്. ഒരു ധാന്യം കുഴിച്ചിട്ടിരുന്നതിന് മുമ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് അതിനിങ്ങനെ മുളച്ച് വരുന്ന അവസ്ഥ, വളർന്നു വരുന്ന അവസ്ഥ, തടിയാകുന്ന അവസ്ഥ, വിത്തുണ്ടാകുന്ന അവസ്ഥ, പൂവുണ്ടാകുന്ന അവസ്ഥ, ഇതിലൊക്കെ എന്തുണ്ട്? സനാഇയ വഹിക്കമൻ, ഒരുപാട് പ്രവർത്തനങ്ങളും തത്വങ്ങളുമുണ്ട്, യുക്തികളുമുണ്ട്. യജിദ്ദു ഫിഹ ലിഉലിൽ അബ്സാർ, ആ പ്രവൃത്തികളിൽ ബുദ്ധിയും അന്തമുള്ള ആളുകൾക്ക് അല്ലാഹു അങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇബറൻ, ഒരുപാട് പാഠങ്ങൾ. ഇതുപോലെ എന്നെയും സൃഷ്ടിക്കാനും മരിപ്പിക്കാനും ജീവിപ്പിക്കാനും ഒക്കെ കഴിയും ഒരു സൃഷ്ടാവുണ്ട് എന്ന പാഠം. സുക്കൂനൻ, ഒരു അറിവും ഇലാ അദീമി ഖുദ്റത്തി, അല്ലാഹു തആലാന്റെ മഹത്തായ കഴിവിനെക്കുറിച്ചുള്ള ഒരു അറിവ് സമാധാനവും.
ലൈസ ദാലിക അത് എവിടെയല്ല ഫീ ഈജാദിഹാ ദഫ്അതൻ ഒരൊറ്റ വട്ടം ഉണ്ടാക്കുന്നതിൽ അതുണ്ടാകൂല. അപ്പോൾ നമ്മൾ എന്തിന് തഫ്സീർ പറഞ്ഞപ്പോൾ വാവിൻ്റെ പറഞ്ഞു, അൻസല മിനസ്സമാഇ മാഅൻ എന്നൊക്കെ പറഞ്ഞു. ഇനി അൻസല എന്നുള്ള എത്തി, മിനസ്സമായി എത്തി, മാഅൻ എത്തി, മിനസ്സമായി അല്ലേ, അൻസല കഴിഞ്ഞിട്ടുള്ളൂ. ഈ മിനസ്സമായിലെ മിന്നിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? വാവ് അൻസലും കഴിഞ്ഞു, ഇനി മിനൽ മായിലെ മിൻ എന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. പിന്നെ ഇവിടെ ഇബ്തിദാഇനാണ്. സമാ എന്ന് പറഞ്ഞാൽ എന്താണ്? ആകാശം എന്നർത്ഥം വെക്കണ്ടല്ലോ, മേഘം എന്നാണല്ലോ. അപ്പോൾ ആകാശത്തിൽ നിന്നല്ലല്ലോ ഇറക്കുന്നത്, മേഘത്തിൽ നിന്നല്ലേ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ടാകും. അതിൻ്റെ മറുപടി എന്താ വെച്ചാൽ മുകളിൽ കാണുന്നതിനൊക്കെ പേര് സമാകുന്നതാണ്. അപ്പോൾ അത് ചക്രവാളത്തിൽ നിന്ന് ഫലക്കിൽ നിന്ന് ഗോളത്തിൽ നിന്നൊക്കെ വെക്കാം. ഫലക്ക് എന്നർത്ഥം വെക്കാം, ഗോളമാണ് എന്നർത്ഥം വെക്കാം, മുകൾ ഭാഗം എന്നൊക്കെ അർത്ഥം വെക്കാം. അപ്പോൾ ആകാശത്ത് നിന്ന് മുകൾ ഭാഗത്തു നിന്ന് മേഘത്തിലേക്കാണല്ലോ മഴ വരുന്നത്. അങ്ങനെ മേഘത്തിൽ നിന്ന് എടുക്ക് വരുന്നു, ഭൂമിയിലേക്ക് വരുന്നു. അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. ആദ്യം മുകളിലോട്ട് കയറി പോകുന്നു, പിന്നെ അത് മേഘത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നു, അത് ഘനീഭവിച്ചിട്ട് മഴയായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് ചെയ്യുന്നത്. വമിൻ അൽ ഊല, ഇവിടെ രണ്ട് മിന്നുണ്ട്. ഒന്നേതാ? മിനസ്സമായി എന്നുള്ള മിന്നും മിനസ്സമറാത്തി എന്നുള്ള മിന്നും. ഒന്നാമത്തെ മിന്ന് ഇബ്തിദായിനാണ്. സബാവുൻ ഉരീദ ബിസ്സമായി അസ്സഹാബു, ആകാശത്തിന് മേഘം എന്നർത്ഥം വെച്ചാലും കുഴപ്പമില്ല. ഫൈന്നമാ അലാക്ക സമാവൻ, കാരണം എൻ്റെ മുകളിലുള്ളൊക്കെ ആകാശമാണ്. അല്ലെങ്കിൽ അവിൽ ഫലക്ക്, അല്ലെങ്കിൽ ഗോളം എന്നർത്ഥം വെച്ചാലൊന്നും കുഴപ്പമില്ല. കാരണം ഫൈനൽ മത്രയ ബുത്തതി ഉമിനസ്സമായി, കാരണം ആകാശം വെള്ളം ആകാശത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അതാണ് മിന്ന് ഇബ്തിദായിയാണ് എന്ന് പറഞ്ഞാൽ ആകാശത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്നർത്ഥത്തിന്. ഇബ്തിദായിൻ്റെ മിന്ന് എന്ന് പറഞ്ഞാൽ അതാണ്. ഞാൻ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ മിൻ മക്കത്തെ ഇരാ മദീന, മിന്നിൻ്റെ ഇബ്തിദായിൻ്റെ മിന്ന് എന്നാണ് പറയാം. അപ്പോൾ ആകാശത്തിൽ നിന്ന് തന്നെയാണ് വെള്ളം വരുന്നത്. മേഘത്തു നിന്നാണോ എന്ന് ചോദിച്ചാൽ ആദ്യം ആകാശത്തു നിന്ന് മേഘത്തേക്ക് എത്തും, പിന്നെ മേഘത്തു നിന്ന് ഭൂമിക്ക് എത്തും. അപ്പോഴും മിന്നിബ്തായി ആക്കാരോ. എന്നിട്ട് ഒമിൻഹു, മേഘത്തിൽ നിന്നുള്ളത് ഭൂമിയിലേക്കാണ് വരുന്നത്. അലാമദല്ലത്ത് അലൈഹി ലവാഹിറു, നമ്മളെ കാഴ്ചകൾ പ്രത്യക്ഷത്തിൽ അങ്ങനെയാണ് നമുക്ക് അറിവ് കിട്ടുന്നത്, മനസ്സിലായത് പ്രകാരം. അപ്പോൾ മേഘത്തിൽ നിന്നാണ് വെള്ളം വരുന്നത് എന്ന് വെക്കാം. അല്ലെങ്കിൽ ഔ മിൻ അസ്ബാബിൻ, അലാമദല്ലത്ത് അലൈഹി ലവാഹിറു, ആയത്തുകളും ഹദീസുകളൊക്കെ ഇടയ്ക്ക് പ്രത്യക്ഷമായ തെളിവുകൾ അങ്ങനെയാണ് അറിയിക്കുന്നത്, മേഘത്തിൽ നിന്നാണ് ഭൂമിയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ ഔ മിൻ അസ്ബാബിൻ സമാവിയ്യത്തിൻ തുസീറുൽ അജ്സാ റുതുബത മിൻ അമാഖിൽ അർദി ഇലാ ജബ്ബിൽ ഹവായി ഫതൻഅഖിദു സഹാബൻ മാത്ര, അല്ലെങ്കിൽ നേരെ ഗോളത്തുനിന്ന് വരുന്നു എന്ന് വെക്കണ്ട. ഗോളത്തുനിന്ന് വരുന്നതാണ്, ആകാശത്തുനിന്ന് മേഘത്തേക്ക് വെള്ളം വരികയാണ് എന്ന് വെക്കണ്ട. പിന്നെ അസ്ബാബിൻ ആകാശത്തിലുള്ള ചില കാരണങ്ങൾ, തുസീറു, ആ കാരണങ്ങൾ ഇളക്കി വിടുന്നു അല്ലജ്സാ റുതുബത, ഈ തണുത്ത ഘടകങ്ങളെ, അഥവാ മഞ്ഞ് കണ്ടല്ലോ, മഞ്ഞ് കണികകളെ, മിൻ അമാഖിലി, ഭൂമിയുടെ ആഴിയിൽ നിന്ന് അത് ഇളക്കി വിടുകയാണ്. ഇലാ ജബ്ബിസമ ഹവായി, ആകാശത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക്, വായുവിൻ്റെ അന്തരീക്ഷത്തിലേക്ക്. നമ്മൾ നീരാവി പൊന്തിട്ടാണ് മേഘം ഉണ്ടാകുന്നതെന്ന് പറയുന്നില്ലേ, ആ ഒരർത്ഥം. സമാവീയ കാരണങ്ങൾ തന്നെയാണ്. അവിടെ ചൂടും മറ്റുമൊക്കെ രൂപപ്പെടുമ്പോൾ എന്ത് ചെയ്യുന്നു? ഭൂമിയിലെ റൊത്തുബത്ത്, നനഞ്ഞ ജുസ്കൾ എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ ആഴിയിൽ നിന്ന് ഹവാവിൻ്റെ അന്തരീക്ഷത്തിലേക്ക്, വായുവിൻ്റെ അന്തരീക്ഷത്തിലേക്ക്. നമ്മൾ ഈ ഭൂമിൻ്റെ ആഴിയിൽ നിന്നൊക്കെ പോകുന്നു, ഇവിടെ നിന്നൊക്കെ നീരാവി പൊന്തുന്നുണ്ടേ. ഒക്കെ ചൂട് കാര്യങ്ങളാവുമ്പോൾ ഇവിടെ നിന്ന് നീരാവി ഇങ്ങനെ പൊന്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ തന്നെ അഖിദു സഹാബൻ, അങ്ങനെ അത് മേഘമായിട്ട് രൂപപ്പെടുന്നു. മാത്തിറൻ, മഴ വർഷിക്കുന്ന മേഘമായിട്ട്. ഇനി രണ്ടാമത്തെ മിന്നുണ്ടല്ലോ, പഴങ്ങളിൽ നിന്ന് അള്ളാഹു നിങ്ങൾക്ക് പുറപ്പെടുവിച്ചു എന്ന് പറയുന്നത്, അത് തബഈദിനാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.